പോക്രിത്തരം കാണിക്കരുത്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹവും ഈ നാട്ടിലെ ഒരു പൗരൻ തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെ പറ്റിയിട്ടുമല്ല, നമ്മുടെ സുരേഷ് ഗോപിനെ പറ്റിയിട്ട് തന്നെയാണ്. ആ മനുഷ്യൻ്റെ കയ്യിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാകാം. തെറ്റുകളില്ലാത്ത രാഷ്ട്രീയക്കാർ ആരുണ്ട്? എല്ലാവരും മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് ഇപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. വോട്ട് കൂടുതലില്ല ആൾക്കാർ ജയിക്കും എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പേടി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് സുരേഷ് ഗോപിയെ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? ആശയപരമായിട്ട് നേരിടുക, അതിനു പകരമായിട്ട് അദ്ദേഹം വരുമ്പോൾ അനാവശ്യമായിട്ട് അദ്ദേഹത്തെ ഓടിക്കാൻ നോക്കുക. അതുപോലെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരോട് അദ്ദേഹം പറയുകയാണ്, ഇവിടെ പ്രവർത്തിക്കാൻ ആളില്ലെങ്കിൽ ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞതും കൂടി ഒരു വിവാദത്തിലാക്കിയെടുക്കുക. അതുപോലെ സുരേഷ് ഗോപിയുടെ മകൾക്ക് വേണ്ടിയിട്ട് 13 കോടി രൂപ മുടക്കിയിട്ട് കാറ് വാങ്ങിച്ചു കൊടുത്തു എന്നുള്ള പ്രചാരണങ്ങൾ നടത്തുക. അതെന്താ, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യന് 13 കോടി രൂപയുടെ ഒരു കാറൊക്കെ വാങ്ങിക്കാൻ കഴിയും? അദ്ദേഹം ഒരുപാട് നാളായിട്ട് ഒരുപാട് സിനിമകളിൽ അധ്വാനിച്ച് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ അദ്ദേഹം ആരുടെ ഇതും പിടിച്ചു പറിച്ചിട്ടോ ഇല്ലെങ്കിൽ ഖജനാവിൽ കൈയിട്ട് വാരിയിട്ട് ഒന്ന് നക്കി തിന്നുന്ന ഒരു വ്യക്തിയല്ല ഏതായാലും. കാരണം അവിടുന്ന് കിട്ടുന്നത് മുഴുവൻ എല്ലാവർക്കും വിതരണം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ തന്നെ അദ്ദേഹത്തിനും ചില ഫാൾട്ടുകളുണ്ട്. ഒരുപാട് ഞാനൊക്കെ ഒരുപാട് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ എന്നും ഒരു മനുഷ്യനെ നിരന്തരമായിട്ട്, അതായത് വെറുതെയെങ്കിലും, ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പ്രചാരണത്തിലൊക്കെ ഏറെ ദൂരം മുന്നിലാണ്. അദ്ദേഹം അവിടെ ജയിക്കുന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. പക്ഷേ ആ മനുഷ്യന് ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം അദ്ദേഹം ജയിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയത്തുമില്ല. കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെയും ആളുമല്ല. ആര് ജയിച്ചാലും ആര് തോറ്റു കഴിഞ്ഞാലും ശരി, നമുക്ക് പിന്നെയും മറ്റേ പ്ലേറ്റ് തന്നെയാണ് ചോറ് എന്ന് പറഞ്ഞ പോലെയാണ്. അതുകൊണ്ട് തന്നെ ആര് ജയിച്ചാലും ഒരു ഇതുമില്ല. നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരേഷ് ഗോപി അദ്ദേഹം ചെയ്യുന്ന ചില കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നവരാണ് ചില കാര്യങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അന്നൊരു സ്ത്രീ സഹായം ചോദിക്കാൻ പോയ മുതൽ അന്നൊക്കെ അദ്ദേഹത്തിന് പറയായിരുന്നു, മോളെ ഞാനിപ്പോഴും ഇലക്ഷൻ പ്രചാരണത്തിലാണ്, ഒരു കാര്യം ചെയ്യ്, ഇത് വെച്ചോ, എന്നിട്ട് ഒരു ദിവസം എന്നെ കാണാൻ വരൂ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് എന്ന് മാന്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ സുരേഷ് ഗോപിൻ്റെ ആ ഒരു ലൈൻ വേറെ തന്നെയായേനെ. കാരണം സുരേഷ് ഗോപി നന്മയുള്ള മനുഷ്യനാണ്, ഒരുപാട് പേരെ സഹായിക്കുന്നതാണ്. ചില ആൾക്കാർ പറയുന്നത് പോലെ സ്വന്തം നാട്ടിൽ സഹായിക്കടോ എന്നിട്ട് വന്ന് കാസർഗോഡ് സഹായിക്കുക, അങ്ങനെ അതിലൊന്നും കാര്യമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് സഹായിക്കാം. അതായത് പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനിൽ ഈ കോഴിക്കോടും കണ്ണൂരുമുള്ള എത്ര ആൾക്കാർ പോയിട്ട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് സഹായം ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ സുരേഷ് ഗോപിയെ മാത്രം ഒരു തരത്തിൽ ഇങ്ങനെ തെരഞ്ഞു പിടിച്ചിട്ട് സുരേഷ് ഗോപിയെ അങ്ങനെ അങ്ങ് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ അങ്ങ് ശ്രമിച്ചു കൊണ്ടിരിക്കലാണ്. അതായത് ആ ഒരു സ്ത്രീയോട് അങ്ങനെ പറഞ്ഞു, അത് അദ്ദേഹത്തിന് പറ്റിയൊരു തെറ്റാണ്, നമ്മളെല്ലാവരും വിമർശിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ ഗോവിന്ദനോടല്ല പറഞ്ഞത്, ഭഗവാൻ ഗോവിന്ദനോടാണെന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നുണ്ടെങ്കിലും അന്ന് ചെയ്തത് വളരെ തെറ്റാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകളും അങ്ങ് ചോർന്നങ്ങ് പോയി അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ശരിയാകാനാണ്? ആ മനുഷ്യൻ കൊടുക്കുന്നവർക്ക് കൊടുക്കട്ടെ. ഇന്ന് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളനികളിൽ പോയപ്പോൾ സുരേഷ് ഗോപിയെ ജനങ്ങൾ തടഞ്ഞു എന്നാണ് പറയുന്നത്. ഈ സുരേഷ് ഗോപി എന്തിനാണ് തടയുന്നത്? അതായത് സുരേഷ് ഗോപി അവിടുത്തെ MP-യോ MLA-യോ ഒന്നുമല്ല. സുരേഷ് ഗോപി അവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഇത് മാത്രമാണ്, ഒരു സ്ഥാനാർത്ഥി മാത്രമാണ്. സുരേഷ് ഗോപി ജയിച്ചു പോട്ടെ, ജയിച്ചു പോയതിന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ തടയാം. ഇപ്പോഴും നിങ്ങൾ തടയേണ്ടത് ആരതാണ്? അവിടെയുള്ള MLA-യും അതുപോലെ MP ആയ പ്രതാപൻ, TM പ്രതാപനാവുന്നു, അദ്ദേഹത്തെയും അവരോടൊക്കെ ചോദിക്കുക. കാരണം അവരല്ലേ കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ MP-യും MLA-യും ഒക്കെ. സുരേഷ് ഗോപിയോടല്ലല്ലോ ചോദിക്കേണ്ടത്. പിന്നെ ഈ കോളനി അങ്ങനെ ആയതെന്നുള്ള സുരേഷ് ഗോപിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊന്നും അല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യനിങ്ങനെ എന്താ പറയുക, നിരന്തരമായിട്ട് ഉപദ്രവിക്കാണ്ടിരിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം 3 സ്ഥാനാർത്ഥികളും അവിടെ നല്ല സ്ട്രോങ് ഉള്ള സ്ഥാനാർത്ഥികളാണ്. അതായത് VS സുനിൽകുമാർ ആയാലും അതുപോലെ K മുരളീധരനാണ് വരാൻ പോകുന്നതെന്ന് പറയുന്നത്. പിന്നെ സുരേഷ് ഗോപി, 3 പേരും ഒപ്പത്തിനൊപ്പം, അതായത് നല്ല സ്ഥാനാർത്ഥികൾ തന്നെയാണ്, ഒരു കുഴപ്പവുമില്ല. പിന്നെ അദ്ദേഹം എപ്പോഴോ ഒരു ബ്രാഹ്മണനായി പറക്കണം എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ തെറ്റ് തന്നെയാണ്, ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ചില കാര്യത്തിലൊക്കെ സുരേഷ് ഗോപിക്ക് ചില അല്പത്തരങ്ങളൊക്കെ ഉണ്ട്, അതില്ലാന്നൊന്നും പറയുന്നില്ല. അതായത് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യും, വയറ് നിറയെ ചോറ് കൊടുക്കും, എന്നിട്ട് തലയിലൊരു കൊട്ടും കൊടുക്കും. അതാണ്
എന്നാൽ പിന്നെ ഈ ചോറ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ അതൊരു ഉദാഹരണം പറഞ്ഞു കേട്ടാ, പണ്ട് നമ്മളെല്ലാം പറയുന്നില്ലേ, അതേപോലെ ഒരു ഉദാഹരണമാണ്. നല്ലോണം ബാമോനെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് ഉരുള ഇങ്ങനെ ഉരുട്ടി കൊടുക്കും. ലാസ്റ്റ് ഒരു തട്ടും അപ്പോൾ എല്ലാം കഴിഞ്ഞു പോയി. അതായത് പിന്നെ വൈകുവോളം വെള്ളം കോരിയിട്ട് ലാസ്റ്റ് കുടമിട്ട് ഉടച്ചതുപോലെയാണ്. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ചെറിയൊരു ഫാൾട്ട് സുരേഷ് ഗോപിയാട വെക്കും എന്നുള്ളതാണ്. പിന്നെ അവസാനത്തെ ഒരു വിവാദം എന്താണ്, 10 ലക്ഷം രൂപയുടെ സ്വർണം കൊടുക്കുന്നു പള്ളിക്ക്. അതായത് ഇതിനിടയ്ക്ക് കൊടുത്ത പിന്നെ ഇതിൽ കിരീടത്തിൽ എന്തോ ഒരു ചെറിയൊരു തട്ടുകേട് വന്നു. തട്ടുകേട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാന്യമായിട്ട് പറയാം, ഇത് ഫുള്ളായിട്ടുള്ള സ്വർണ്ണമൊന്നുമല്ല, ഇത് ഇങ്ങനെയുള്ള സ്വർണ്ണമാണ്, ഫുള്ളായിട്ടുള്ള സ്വർണ്ണം ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കൊണ്ടുവരാം, അങ്ങനെ മാന്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഇദ്ദേഹം ഇതവിടെ വെച്ച് പോയി സ്വർണ്ണമാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അത് നോക്കുമ്പോഴേക്കും അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊരു വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പ്രത്യേകിച്ച് സുരേഷ് ഗോപി എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പം വളരെയധികം ശ്രദ്ധിക്കണം. കാരണം സുരേഷ് ഗോപിക്ക് ചുറ്റും കഴുകന്മാരെ പോലെ വട്ടമിട്ട് പറക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, മീഡിയക്കാരുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം സുരേഷ് ഗോപിൻ്റെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അത് പിടിച്ചെടുത്തിട്ട് സമൂഹത്തിൽ നാറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് പേര് കളിക്കുന്നുണ്ട്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി അവിടെ എന്താ പറയുക, കുറച്ച് വോട്ട് പിടിക്കുമോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ കേട്ടോ. ജയിക്കൊന്നും ചെയ്യില്ല, ജയിക്കേണ്ട ഒരു ഇതൊന്നുമില്ല. ജയിക്കൽ എനിക്ക് തോന്നുന്നത് അവിടെ ടൈറ്റ് മത്സരം തന്നെയാണെങ്കിലും അവിടെ വി എസ് സുനിൽകുമാറിന് നല്ലൊരു ഇതുണ്ട്. പ്രതാപനാണെങ്കിൽ പ്രതാപനെ ജയിക്കുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ കാറ്, ആ പാവം കാറ് ഇദ്ദേഹം 13 കോടി രൂപേൻ്റെ കാറൊന്നും മേടിച്ച് കൊടുത്തിട്ടില്ല. ഇനി അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം, ആ ഒരു പിന്നെ ഇദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിച്ച് ആ ഒരു ചെറുക്കൻ്റെ അച്ഛൻ, അദ്ദേഹം വലിയ കോടീശ്വരനാണ്, ഇഷ്ടംപോലെ പണമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മൾ വിചാരിക്കുന്ന ഒരു സാധാരണക്കാരനൊന്നുമല്ല. സുരേഷ് ഗോപിയെ കാട്ടിയും ഇരട്ടിക്ക് പണമുണ്ട് ഭാഗ്യൻ്റെ ചെറുക്കന്. പിന്നെ ഈ സുരേഷ് ഗോപിൻ്റെ ഈ ഒരു 13 കോടി രൂപേൻ്റെ കാറും കൂടി വേണം. അതുമാത്രമല്ല, ഈ സുരേഷ് ഗോപിക്ക് ഇനിയും 3-4 മക്കളില്ലേ കൊടുക്കാൻ, അവർക്കൊക്കെ കൊടുക്കണ്ടേ? അതായത് ഇനിയൊരു മകൾ കല്യാണം കഴിക്കാണ്ട് പിന്നെ 2 മക്കൾ വേറെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ഇനിയെങ്കിലും സുരേഷ് ഗോപിയുടെ ഒരു കാര്യം പറയാനുള്ളൂ, പിന്നെ ഈ അടുത്ത മകളുടെ കല്യാണത്തിനെങ്കിലും എല്ലാവർക്കും ഒരു ലോണ് അത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം കൊടുത്തവരെ അവിടെ വന്നവരെ ഇറക്കി വിടരുത്. അത് നമ്മളൊരു യോജിച്ചതല്ല. അതൊക്കെ പണ്ട് 80-90 കാലഘട്ടങ്ങളിലാണ്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ കുറച്ച് ഊണ് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ചോദിച്ചിട്ട് കയറി പോക്കേണ്ട ആൾക്കാർ. പിന്നെ ചില സ്ഥലത്തൊക്കെ ഉണ്ട് കേട്ടോ, കല്യാണ ഉണ്ണികൾ എന്ന് പറഞ്ഞിട്ട് വിളിക്കാണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അത് വേറെ അത് പിന്നെ കുറച്ച് വേറെ ചില സ്ഥലങ്ങളിലേ ഉള്ളൂ. എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. എല്ലാവർക്കും അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്, ഇങ്ങനെയുള്ള സെലിബ്രിറ്റികളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴേ അതിങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് സുരേഷ് ഗോപിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആരും സുരേഷ് ഗോപിനെ ഇങ്ങനെ പിന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കരുത്. അദ്ദേഹവും ഒരു മനുഷ്യനാണ്, അദ്ദേഹവും ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് പ്രയത്നിക്കുന്നത് ഈ വെയിൽ കൊണ്ടിട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അവശതകളെ പറ്റി ചില ആൾക്കാർ പറയുന്നുണ്ട്. ഒരു 10-62 വയസ്സായ ഒരു മനുഷ്യനാണ്. കാരണം എല്ലാവർക്കും വയസ്സായിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥിമാർ മുഴുവൻ 60 വയസ്സിന് മേലില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു ഇത് വേണം. ഈ 60 വയസ്സിൽ ഒറ്റ ഒരെണ്ണത്തിന് അങ്ങോട്ട് അയക്കരുത്. കാരണം എന്തിനയക്കുന്നതാണെന്ന്, ചെറുപ്പക്കാർ വരട്ടെ. ഈ 60 വയസ്സിലൊക്കെ റിട്ടയർഡ് ആകാനായി നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.